വെൽക്കം ടു ഓൾ. എല്ലാവർക്കും സീക്രട്ട് PIC സ്വാഗതം. നമ്മൾ പുതിയ SCERT പാഠഭാഗങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. SCERT പഠിച്ചു കഴിഞ്ഞവർക്കും ഇനി പഠിക്കാനിരിക്കുന്നവർക്കും വേണ്ടി പുതിയ SCERT ഭാഗങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി 5ാം ക്ലാസ്സിലെയും 7ാം ക്ലാസ്സിലൊക്കെ SCERT ചാപ്റ്റേഴ്സ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഓരോ ആക്ടിവിറ്റീസ് ബേസ് ചെയ്ത് തുടങ്ങാമെന്നാണ് വിചാരിക്കുന്നത്. കാരണം നമുക്ക് കുറേ കമൻറ്റ്സ് കണ്ടു എല്ലാ ആക്ടിവിറ്റീസും കൂടെ ചെയ്യണം എന്ന് പറഞ്ഞ്. അപ്പോൾ ഞാൻ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് മാത്രം എടുത്തിട്ട് ഓൾറെഡി ക്ലാസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം അല്ലേ. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സും PSC ആവർത്തിക്കുന്ന ചോദ്യങ്ങൾ, അതുപോലെ തന്നെ PSC ആവർത്തിക്കുന്ന SCERT ചോദ്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മുടെ ക്ലാസ്സുകൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് 5ാം ക്ലാസ്സിലെ 2ാമത്തെ ചാപ്റ്ററായ വ്യാധികൾ പടരാതിരിക്കാൻ എന്ന് പറയുന്ന ചാപ്റ്ററാണ്. ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററാണ്. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും വ്യാധികൾ, ബാക്ടീരിയ, വൈറസ്, ഫംഗസ് രോഗങ്ങളൊക്കെ ചോദിക്കാറുണ്ട് അല്ലേ. പകരുന്ന രോഗങ്ങളും അതുപോലെ തന്നെ വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ് ചോദിക്കുന്നത് കണ്ടിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഫസ്റ്റത്തെ ഹെഡിങ് നമുക്ക് നോക്കാം. ഫസ്റ്റ് എന്താണ് പറഞ്ഞിരിക്കുന്നത്? പകർച്ചപ്പനിയാണ്, വീട്ടിൽ വേറെ ആർക്കെങ്കിലും രോഗം വന്നിരുന്നോ എന്ന് ഒരു ഡോക്ടർ കുട്ടിയോട് ചോദിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ പറയേണ്ട കുട്ടിയുടെ ചേച്ചിക്ക് ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. നമ്മൾ ഡീറ്റെയിൽ ആയിട്ടാണ് ക്ലാസ് എടുത്ത് പോകുന്നത്. നമ്മൾ ഓരോ വരിയും നമുക്ക് ഇമ്പോർട്ടൻസ് ആണ്. അത് കാരണം നമ്മൾ ഓരോ ടേബിൾസ് ആണെന്നുണ്ടെങ്കിലും ശരി, കുറേ ആക്ടിവിറ്റീസ് ആണെന്നുണ്ടെങ്കിലും ശരി, നമ്മളെല്ലാം ചെയ്തു പോകാമെന്നാണ് വിചാരിക്കുന്നത്. ഓൾറെഡി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ആക്ടിവിറ്റീസ് വൈസ് അല്ലാതെ നമുക്ക് ജസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് മാത്രമായിട്ട് നമ്മൾ ഓൾറെഡി ക്ലാസ് എടുത്തിട്ടുണ്ട് കേട്ടോ. അത് വേണമെന്നുള്ളവർ അത് പോയിട്ട് കാണാം കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ സംഭാഷണം ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ. ഈ കുട്ടിക്ക് പനി വന്നത് എങ്ങനെയായിരിക്കാം? മറ്റുള്ളവർക്ക് ഈ രോഗം പകരാതിരിക്കാൻ എന്ത് ചെയ്യണം എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് രോഗങ്ങളെ നമുക്കറിയാം അല്ലേ. പകരുന്ന രോഗങ്ങളെന്നും പകരാത്ത രോഗങ്ങളെന്നും പറഞ്ഞിട്ട് തരംതിരിക്കാനായിട്ട് പറ്റും. എന്തൊക്കെയാണ് പകരുന്ന രോഗങ്ങളെന്നും പകരാത്ത രോഗങ്ങളെന്നുണ്ട്. അപ്പോൾ ഏതൊക്കെ രോഗങ്ങളാണ് പകരുന്നത്? നമുക്കറിയാവുന്ന പകരുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ്? ഡെങ്കിപ്പനി, മഞ്ഞപ്പിത്തം, പിന്നെ എന്തൊക്കെയാണ്? ഡെങ്കിപ്പനി, മഞ്ഞപ്പിത്തം, അതുപോലെ തന്നെ എന്താണ്? ചിക്കുൻ ഗുനിയ അല്ലേ. ചിക്കുൻ ഗുനിയ പകരുന്ന രോഗമാണോ? അതേലേ, പകരുന്ന രോഗമാണ് ചിക്കുൻ ഗുനിയ എന്ന് പറയുന്നത് പകരുന്ന രോഗമാണ്. ഓക്കെ, പിന്നെ എന്തൊക്കെയാണ് പകരുന്നത്? പിന്നെ എന്തൊക്കെയാണ്? ജലദോഷം പകരുന്ന രോഗമാണല്ലേ. ജലദോഷം എന്ന് പറയുന്നത് പകരുന്ന രോഗമാണ്. ജലദോഷം, പിന്നെ എന്തൊക്കെയാണ് വരാൻ? ജലദോഷം, പിന്നെന്താണ്? കോളറ അല്ലേ. കോളറ, ടൈഫോയിഡ്, ജലദോഷം, കോളറ, അതുപോലെ തന്നെ എന്താണ്? ടൈഫോയിഡ് എന്ന് പറയുന്നത് എന്താണ്? പകരുന്ന രോഗമാണ്. ടൈഫോയിഡും എന്താണ്? പകരുന്ന രോഗമാണ്. പിന്നെ എലിപ്പനി, മലേറിയ, മീസിൽസ് ഒക്കെ പകരുന്ന രോഗമാണല്ലേ. മീസിൽസ്, എലിപ്പനി, മീസിൽസ് എല്ലാം എഴുതാനായിട്ട് കഴിയില്ല. മീസിൽസ്, എലിപ്പനി, അതുപോലെ തന്നെ എന്താണ്? മലേറിയ എന്നൊക്കെ പറയുന്നത് പകരുന്ന രോഗങ്ങളാണ്. അതുപോലെ തന്നെ ചെങ്കണ്ണ്, പിന്നെന്താ? മഞ്ഞപ്പിത്തം അല്ലേ. മഞ്ഞപ്പിത്തം പറഞ്ഞിട്ടുണ്ട്. ഡെങ്കിപ്പനി, മഞ്ഞപ്പിത്തം, പിന്നെ എന്തൊക്കെയാണ് പകരുന്നത്? ചെങ്കണ്ണ്, മീസിൽസ് ഒക്കെ പകരുന്ന രോഗങ്ങളാണ്. അപ്പോൾ എന്തൊക്കെയാണ് പകരുന്ന രോഗങ്ങൾ എന്ന് പറയുന്നത്? ഏതൊക്കെയാണ്? ഡെങ്കിപ്പനി, മഞ്ഞപ്പിത്തം, ചിക്കുൻ ഗുനിയ, കോളറ, ടൈഫോയിഡ്, ക്ഷയം, മീസിൽസ്, ചെങ്കണ്ണ്, എലിപ്പനി, മലേറിയ എന്നിവയ്ക്ക് എന്താണ്? പകരുന്ന രോഗങ്ങളാണ്. ഇനി എന്തൊക്കെയാണ് പകരാത്ത രോഗങ്ങൾ എന്ന് പറയുന്നത്? ഏതൊക്കെയാണ്? നമുക്കറിയാവുന്ന രോഗങ്ങളാണ് അല്ലേ. ക്യാൻസർ, പ്രമേഹം എന്നൊക്കെ എന്തുവയാണ്? പകരാത്ത രോഗങ്ങളാണ്. ക്യാൻസർ, പ്രമേഹം, പിന്നെ എന്താണ്? തിമിരം അല്ലേ. തിമിരം എന്ന് പറയുന്നത് പകരാത്ത രോഗമാണ്. അതുപോലെ തന്നെ എന്താണ്? അതുപോലെ തന്നെ എന്താണ് പറയുന്നത്? ഹൃദ്രോഗങ്ങൾ അല്ലേ. നമുക്കറിയാം ഹൃദ്രോഗങ്ങൾ എന്ന് പറയുന്നതും ഹൃദ്രോഗങ്ങൾ എന്ന് പറയുന്നതും എന്താണ്? പകരാത്ത രോഗങ്ങളാണ്. ഹൃദ്രോഗങ്ങൾ എന്ന് പറയുന്നതും പകരാത്ത രോഗങ്ങളാണ്. പിന്നെന്താണ്? കിഡ്നി സ്റ്റോൺ അല്ലേ. മൂത്രത്തിക്കല്ല്, കിഡ്നി സ്റ്റോൺ, അപസ്മാരം, പിന്നെന്താണ്? അപസ്മാരം, പ്രമേഹം നമുക്ക് നൽകിയിട്ടുണ്ട്. അപസ്മാരം, അതുപോലെ തന്നെ ആസ്മ എന്ന് പറയുന്നത് പകരാത്ത രോഗമാണ്. ആസ്മ, പിന്നെ മാനസിക രോഗങ്ങൾ, അതുപോലെ തന്നെ അൽഷിമേഴ്സ്, മാനസിക രോഗങ്ങൾ എന്നിവയൊക്കെ എന്താണ്? പകരാത്ത രോഗങ്ങളാണ്. അപ്പോൾ ഏതൊക്കെയാണ്? ക്യാൻസർ, തിമിരം, പ്രമേഹം, ഹൃദ്രോഗങ്ങൾ, അപസ്മാരം, ആസ്മ, അൽഷിമേഴ്സ്, മാനസിക രോഗങ്ങൾ, കിഡ്നി സ്റ്റോൺ എന്നിവയ്ക്ക് എന്താണ്? പകരാത്ത രോഗങ്ങളാണ്. ക്ലിയർ ആയല്ലോ.
അപ്പോൾ എന്താണ് പകർച്ചവ്യാധികളെന്ന് വെച്ചാൽ ഒരാളിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് പകരുന്ന രോഗങ്ങളെയാണ് പകർച്ചവ്യാധികൾ എന്ന് പറയുന്നത്. ഒരാളിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് പകരുന്ന രോഗങ്ങളെയാണ് പകർച്ചവ്യാധികൾ എന്ന് പറയുന്നത്. അപ്പോൾ മഹാമാരികൾ എന്ന് വെച്ചാൽ എന്താണ് നമുക്ക് നോക്കാം. പകർച്ചവ്യാധികൾ മറ്റു രാജ്യങ്ങളിലേക്കോ ഭൂഖണ്ഡങ്ങളിലേക്കോ വ്യാപിക്കുകയും നിരവധി ആളുകളെ ബാധിക്കുകയും ചെയ്താൽ അതിനെ മഹാമാരി എന്നാണ് പറയുന്നത്. പകർച്ചവ്യാധികൾ മറ്റു രാജ്യങ്ങളിലേക്കോ അല്ലെങ്കിൽ ഭൂഖണ്ഡങ്ങളിലേക്കോ അതൊക്കെ വ്യാപിക്കുകയാണ്, അവിടെ എന്താണ് നിരവധി ആളുകളെ ബാധിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ മഹാമാരി എന്ന് പറയുന്നു. നമ്മൾ അതിജീവിച്ച ചില മഹാമാരികൾ ഏതൊക്കെയാണ്? കോവിഡ്, അതുപോലെ തന്നെ വസൂരി, ക്ഷയം, പ്ലേഗ് എന്നിവയൊക്കെ എന്താണ് മഹാമാരികളാണ്. അതായത് മറ്റു രാജ്യങ്ങളിലേക്ക് അല്ലെങ്കിൽ മറ്റു ഭൂഖണ്ഡങ്ങളിലേക്ക് വ്യാപിച്ച രോഗങ്ങളെയാണ് എന്തെന്ന് പറയുന്നത് മഹാമാരികൾ എന്ന് പറയുന്നത്. അപ്പോൾ രോഗമുള്ള ഒരാളുമായിട്ട് ഇടപഴകുമ്പോൾ നമുക്ക് ആ രോഗം വരാനുള്ള സാധ്യതയില്ലേ ഉണ്ട് അല്ലേ. പകർച്ചവ്യാധികൾക്ക് കാരണമാകുന്നത് എന്തായിരിക്കാം? വൈറസ് ആയിരിക്കാം അല്ലേ, രോഗകാരികളായിരിക്കാം, ബാക്ടീരിയ, വൈറസ്, ഫംഗസ് ഒക്കെ ആയിരിക്കാം. നമുക്ക് അവയെ കാണാനായിട്ട് സാധിക്കുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റില്ല അല്ലേ. ഇനി എന്താണ് രോഗകാരികൾ അല്ലെങ്കിൽ പാത്തോജൻസ് എന്ന് വെച്ചാൽ എന്താണ്? രോഗകാരികൾ അല്ലെങ്കിൽ പാത്തോജൻസ് എന്ന് വെച്ചാൽ കണ്ണുകൊണ്ട് നേരിട്ട് കാണാൻ സാധിക്കാത്ത സൂക്ഷ്മജീവികളായ ബാക്ടീരിയ, വൈറസ്, ഫംഗസ് തുടങ്ങിയവയാണ് മിക്ക പകർച്ചവ്യാധികൾക്കും കാരണമാകുന്നത്. അപ്പോൾ കണ്ണുകൊണ്ട് നേരിട്ട് കാണാനായിട്ട് സാധിക്കാത്ത സൂക്ഷ്മജീവികൾ ഏതൊക്കെയാണ്? ബാക്ടീരിയ, വൈറസ്, ഫംഗസ്. നമുക്ക് കണ്ണുകൊണ്ട് നേരിട്ട് കാണാനായിട്ട് പറ്റില്ല. ഇവയൊക്കെയാണ് മിക്ക പകർച്ചവ്യാധികൾക്കും കാരണമാകുന്നത്. രോഗങ്ങൾക്ക് കാരണമാകുന്നതിനാൽ ഇവയെ രോഗകാരികൾ എന്നാണ് പറയുന്നത്. രോഗങ്ങൾക്ക് കാരണമാകുന്നതിനാൽ ഇവയെ രോഗകാരികൾ എന്നാണ് പറയുന്നത്. അതായത് ബാക്ടീരിയ, വൈറസ്, ഫംഗസ് എന്നിവയൊക്കെയാണ് എന്ത് പറയുന്നത് രോഗകാരികൾ അല്ലേ. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് പല പകർച്ചവ്യാധികൾക്കും കാരണമാകുന്നത്. നമുക്ക് ബാക്ടീരിയയുടെയും മൈക്രോസ്കോപ്പ് ദൃശ്യം നൽകിയിട്ടുണ്ട്, അതുപോലെ തന്നെ വൈറസിൻ്റെയും ദൃശ്യം നമുക്ക് നൽകിയിട്ടുണ്ട്. ഇനി സൂക്ഷ്മജീവികൾക്കൊപ്പം എല്ലാ സൂക്ഷ്മജീവികളും രോഗകാരികളല്ല. നമ്മുടെ ശരീരത്തിൽ തൊലിപ്പുറത്തുമെല്ലാം ഉപകാരികളായ ഒട്ടനേകം ബാക്ടീരിയകളുണ്ട്. നമ്മുടെ ആഹാരത്തിൻ്റെ ദഹനത്തിനും ആഗിരണത്തിനുമെല്ലാം അവ സഹായിക്കുന്നുണ്ട്. സൂക്ഷ്മജീവികൾ നമുക്ക് ഉപകാരികളാകുന്ന നിരവധി സന്ദർഭങ്ങളുണ്ട്. അതായത് എന്താ പറയുന്നത്, ബാക്ടീരിയാസം അല്ലെങ്കിൽ സൂക്ഷ്മജീവികൾ എന്ന് പറയുന്നത് എപ്പോഴും നമുക്ക് ദോഷകരമായിട്ട് ബാധിക്കുന്നവയല്ല, എന്നാൽ ചില ഉപകാരികളായിട്ടുള്ള സൂക്ഷ്മജീവികളും നമ്മുടെ ചുറ്റുപാടുമുണ്ട്. ഏതൊക്കെ സന്ദർഭങ്ങളിലാണ് നമുക്ക് ഈ സൂക്ഷ്മജീവികൾ കൊണ്ട് ഉപകാരമാകുന്നത്? ദോശമാവ് പുളിപ്പിക്കുന്നത് ചില ഇനം ബാക്ടീരിയകളാണ്. അപ്പോൾ ചില ബാക്ടീരിയകൾ എന്ത് ചെയ്യുന്നുണ്ട്? ദോശമാവിനെ പുളിപ്പിക്കുന്നുണ്ട്. ബാക്ടീരിയകളും ഫംഗസുകളും ഒക്കെയാണ് ജൈവാവശിഷ്ടങ്ങളെ വിഘടിപ്പിച്ച് മണ്ണിൽ ചേർക്കുന്നത്. ബാക്ടീരിയകളും ഫംഗസുകളും ഒക്കെയാണ് ജൈവാവശിഷ്ടങ്ങളെ വിഘടിപ്പിച്ച് മണ്ണിൽ ചേർക്കുന്നത്. ബാക്ടീരിയയും ഫംഗസാണ് ജൈവാവശിഷ്ടങ്ങളെ വിഘടിപ്പിച്ച് മണ്ണിൽ ചേർക്കുന്നത്. അപ്പോൾ എന്താണ് പറഞ്ഞത്? ദോശമാവ് പുളിപ്പിക്കുന്നത് ചിലയിനം ബാക്ടീരിയാസ് ആണ്. ബാക്ടീരിയകളും ഫംഗസുകളൊക്കെയാണ് ജൈവാവശിഷ്ടങ്ങളെ വിഘടിപ്പിച്ച് മണ്ണിൽ ചേർക്കുന്നത്. ഓക്കെ ആണല്ലോ. അപ്പം നമുക്ക് ദോശമാവ് പുളിപ്പിക്കുന്നതാണെന്നുണ്ടെങ്കിലും ശരി, അതുപോലെ തന്നെ ജൈവാവശിഷ്ടങ്ങളെ വിഘടിപ്പിക്കുന്നതിനും അങ്ങനത്തെ നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിനും വേണ്ടിയിട്ടും ബാക്ടീരിയാസ് ഉണ്ട് അല്ലേ. ഈ നെക്സ്റ്റ് പറയുന്നത് ഫംഗസുകളുടെ ലോകം എന്നാണ്. നമുക്ക് പരിചിതമായ റൊട്ടി, പൂപ്പൽ, വസ്ത്രങ്ങളെ ബാധിക്കുന്ന കരിമ്പൻ എന്നിവയെല്ലാം എന്താണ്? ഫംഗസുകളാണ്. നമുക്ക് പരിചിതമായ റൊട്ടി, പൂപ്പലും അതുപോലെ തന്നെ കരിമ്പൻ എന്ന് പറയുന്നതും ഫംഗസ് ആണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം കരിമ്പൻ കഴിഞ്ഞ SCRT-ലൊന്നും പറയാത്ത കാരണം, പഴയ ഓൾഡ് SCRT-ലൊന്നും പറയാത്ത കാരണം പഠിച്ചു വയ്ക്കുക. കരിമ്പൻ എന്ന് പറയുന്ന ഒരു ഫംഗസ് രോഗമാണ്. അതുപോലെ തന്നെ റൊട്ടി, പൂപ്പൽ നമുക്കറിയാം ഫംഗസ് ആണെന്ന് അല്ലേ. മനുഷ്യന് രോഗമുണ്ടാക്കുന്ന സൂക്ഷ്മജീവികളായ ചില ഫംഗസുകളാണ് കാൻഡിഡ, ക്രിപ്റ്റോകോക്കസ്, ഹിസ്റ്റോപ്ലാസ്മ തുടങ്ങിയവ. എന്താ പറയുന്നത്? മനുഷ്യന് രോഗങ്ങൾ ഉണ്ടാക്കുന്ന ചില സൂക്ഷ്മജീവികളായിട്ടുള്ള ഫംഗസുകളുണ്ട്. ഇവയാണ് കാൻഡിഡ, ക്രിപ്റ്റോകോക്കസ്, ഹിസ്റ്റോപ്ലാസ്മ എന്നിവ. നാം ഭക്ഷണമാക്കുന്ന കൂൺ മുതൽ കണ്ണുകൾ കൊണ്ട് കാണാൻ സാധിക്കാത്തവ വരെ ഉൾപ്പെടുന്നതാണ് ഫംഗസുകളുടെ ലോകം എന്ന് പറയുന്നത്. നാം ഭക്ഷണമാക്കുന്ന കൂൺ മുതൽ കണ്ണുകൾ കൊണ്ട് കാണാൻ സാധിക്കാത്തവ വരെ ഫംഗസുകളുടെ ലോകം എന്ന് പറയുന്നതിൽ വരുന്നുണ്ട്. ഇനി രോഗങ്ങൾ പകരുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ട് അല്ലേ. ചുമയ്ക്കുമ്പോഴും തുമ്മുമ്പോഴും മൂക്കും വായും തുവാല കൊണ്ട് മറയ്ക്കുന്നത് എന്തിനാണ്? വേറൊരാൾക്ക് പകരാതിരിക്കുന്നതിനായിട്ടാണ് അല്ലേ. ഭക്ഷണ സാധനങ്ങൾ അടച്ചു സൂക്ഷിക്കുന്നത് എന്തിനാണ്? ഭക്ഷണ സാധനങ്ങൾ അടച്ചു സൂക്ഷിക്കുന്നത് നമുക്കറിയാം അല്ലേ, പല രോഗകാരികൾ, ഇപ്പം ഈച്ച അല്ലെങ്കിൽ കുറേ പരാതി ജീവികളുണ്ട് അല്ലേ. അപ്പോൾ ഇവയൊക്കെ വന്നിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടാവും അല്ലേ. നമുക്കും നമ്മുടെ ശരീരത്തിലേക്കും ഈ ഭക്ഷണ സാധനങ്ങളിൽ വന്നിരിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലേക്കും പല രോഗങ്ങളും വരുന്നതിന് കാരണമാകാണ്.
ഓക്കെ. അപ്പം നമുക്ക് എന്തൊക്കെയാണ് ഈ നമുക്ക് സൂക്ഷ്മജീവികൾ കൊണ്ട് ഉപകാരപ്രദമാകുന്ന സിറ്റുവേഷൻസ് എന്ന് പറയുന്നത് നമുക്ക് നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞു രണ്ടെണ്ണം പറഞ്ഞു ദോഷമാവ് പുളിപ്പിക്കുന്നതും പറഞ്ഞു. അതുപോലെ തന്നെ എന്താണ് ജൈവാവശിഷ്ടങ്ങളെ വിഘടിപ്പിക്കുന്ന സൂക്ഷ്മജീവികളാണെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് വേറെ എന്തൊക്കെയാണ് നമുക്ക് ഉപകാരപ്രദമാകുന്നത് നോക്കാം. പാൽ തൈരാക്കി മാറ്റുന്നു. പാല് തൈരാക്കി മാറ്റുന്നതും എന്താണ്? പാൽ തൈരാക്കി മാറ്റുന്നതും സൂക്ഷ്മജീവികൾ കൊണ്ട് ഉപകാരപ്രദമാകുന്ന കാര്യമാണ് അല്ലേ, പാൽ തൈരാക്കി മാറ്റുന്നത്. അതുപോലെ തന്നെ അരിമാവ് പുളിപ്പിക്കുന്നു എന്ന് പറഞ്ഞു. നമുക്കറിയാം അന്തരീക്ഷ നൈട്രജനെ സസ്യങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന രീതിയിൽ ലവണങ്ങളാക്കിയിട്ട് മണ്ണിൽ ചേർക്കുന്നതും എന്താണ്? സൂക്ഷ്മജീവികളാണല്ലേ. അസറ്റോബാക്ടർ ഒക്കെ നമുക്കറിയാം, പഠിച്ചു വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ നൈട്രോബാക്ടർ ഒക്കെ നമുക്ക് പഠിച്ചു വെച്ചിട്ടുള്ള. അപ്പോൾ നൈട്രജനെ നമുക്ക് മണ്ണിൽ ലയിക്കുന്നതൊക്കെ എന്താണ്? ഈ നല്ല സൂക്ഷ്മജീവികൾ കാരണമാണ്. അതുപോലെ തന്നെ വിസർജ്യങ്ങളെ വിഘടിപ്പിച്ച് മണ്ണിൽ ചേർക്കുന്നു പറഞ്ഞ ജൈവാവശിഷ്ടങ്ങളെ വിഘടിപ്പിച്ച് മണ്ണിൽ ചേർക്കുന്നു. അതുപോലെ തന്നെ എന്താണ്? പാല് വിനാഗിരി, അതുപോലെ തന്നെ എന്താണ്? വിനാഗിരി, അതുപോലെ തന്നെ ചാണം, പുകയില എന്നിവയൊക്കെ ചാണം, പുകയില, തുകല് എന്നീ വ്യവസായങ്ങളിലൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. എന്നീ വ്യവസായങ്ങളൊക്കെ സൂക്ഷ്മജീവികളെ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ്? ചികിത്സാരംഗത്ത് ഇപ്പോൾ സൂക്ഷ്മജീവികൾ ഉപയോഗിക്കുന്നുണ്ട്. ചികിത്സാരംഗത്തും പ്രയോജനപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമുക്ക് സൂക്ഷ്മജീവികൾ ഉപകാരികളാകുന്ന കൂടുതൽ സന്ദർഭങ്ങൾ എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? ഇനി നമുക്ക് നോക്കാം രോഗങ്ങൾ പകരുന്ന വഴിയാണ് നമ്മൾ നോക്കുന്നുണ്ട്. നമുക്കറിയാലേ കൊതുകിലൂടെയും ഈച്ച വഴിയൊക്കെ നമുക്ക് രോഗങ്ങൾ പകരുന്നുണ്ടെന്ന്. ഏതൊക്കെ വഴി പകരുന്നുണ്ട്? കൊതുകിലൂടെ, ഈച്ച വഴി, അതുപോലെ തന്നെ ഭക്ഷണത്തിലൂടെയും വെള്ളത്തിലൂടെയും സമ്പർക്കത്തിലൂടെയും വായുവിലൂടെയും ഒക്കെ എന്താണ്? സൂക്ഷ്മജീവികൾ പകരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒരു പിക്ചർ നൽകിയിട്ടുണ്ട്, സൂക്ഷ്മജീവികൾ ശരീരത്തിൽ പ്രവേശിക്കുന്ന വിധവും രോഗങ്ങളും എന്ന് ചോദിച്ചിട്ട് നമുക്ക് നോക്കാം. രോഗാണുവാഹകരിൽ നിന്നല്ലാതെ എങ്ങനെയാണ് പകരുന്നത്? മണ്ണിലൂടെയും വായുവിലൂടെയൊക്കെ അല്ലേ. രോഗാണുവാഹകരിൽ നിന്നല്ലാതെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ മണ്ണിലൂടെയും വായുവിലൂടെയും പകരുന്നുണ്ട്. മണ്ണിലൂടെയാണെന്നുണ്ടെങ്കിൽ ഏതാണ്? വിരശല്യം, ടെറ്റനസ് എന്നിവയൊക്കെ മണ്ണിലൂടെ പകരുന്ന രോഗമാണ്. അപ്പം മണ്ണിലൂടെ പകരുന്നത് ഏതൊക്കെയാണ്? വിരശല്യം, ടെറ്റനസ് എന്നിവ മണ്ണിലൂടെ പകരുന്നതാണ്. ഇനി വായുവിലൂടെ ഈ ടേബിൾ നന്നായി പഠിച്ചിരിക്കട്ടെ. കാരണം SCERT ഭാഗത്ത് നിന്ന് വരുന്ന ഒരു ടേബിളായ കാരണം തന്നെ നമുക്ക് ഇതിൽ നിന്നും ക്വസ്റ്റ്യൻസ് വരാനായിട്ട് ചാൻസ് ഉണ്ട് ഈ ഒരു ഭാഗത്ത് നിന്ന് കേട്ടോ. അപ്പോൾ വായുവിലൂടെ നമുക്കറിയാം ക്ഷയം, ചിക്കൻ ബോക്സ് നമ്മൾ കഴിഞ്ഞ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്തപ്പോൾ നമുക്ക് കണ്ടിട്ടുണ്ടായിരുന്നു അല്ലേ. 4 ഓപ്ഷൻസ് നൽകിയിട്ട് ക്ഷയം, ചിക്കൻ ബോക്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ് അതിൽ റെഡി ആയിട്ട് വന്നത്. അപ്പോൾ എവിടെ നിന്നാണ് ആ ക്വസ്റ്റ്യൻ വന്നത് നമുക്ക് നോക്കിയാലോ അല്ലേ. അപ്പോൾ വായുവിലൂടെ പകരുന്നത് ക്ഷയം, അതുപോലെ തന്നെ എന്താണ്? ചിക്കൻ ബോക്സ് എന്ന് പറയുന്നതും വായുവിലൂടെ പകരുന്നതാണ്. ഈ ഒരു ടേബിൾ നന്നായിട്ട് എല്ലാതും പഠിച്ചിരിക്കണം. എന്നാൽ ഈ ഒരു ടേബിൾ ഈ രോഗങ്ങളുമായി ബന്ധപ്പെട്ട് ഈ ടേബിൾ ഒന്ന് പഠിച്ചിരിക്കുക, ഇമ്പോർട്ടൻ്റ് ആയിട്ട്. ചിക്കൻ ബോക്സ് അതുപോലെ തന്നെ ക്ഷയം എന്ന് പറയുന്നത് വായുവിലൂടെ പകരുന്നതാണ്. ഈ ജലവും ഭക്ഷണവും വഴി ഏതൊക്കെയാണ്? ജലവും ഭക്ഷണവും വഴി ടൈഫോയിഡ്, മഞ്ഞപ്പിത്തമൊക്കെ എന്താണ്? ജലവും ഭക്ഷണം വഴിയും പകരുന്നതാണ്. ടൈഫോയിഡ് അതുപോലെ തന്നെ എന്താണ്? മഞ്ഞപ്പിത്തം എന്ന് പറയുന്നതും ജലവും ഭക്ഷണവും വഴി പകരുന്നതാണ്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത് ഇവിടെ? രോഗാണുവാഹകരിൽ നിന്നല്ലാതെ നമുക്ക് മണ്ണിലൂടെയും വായുവിലൂടെയും ജലവും ഭക്ഷണവും വഴിയും രോഗം പകരാം അല്ലേ. മണ്ണിലൂടെയാണെന്നുണ്ടെങ്കിൽ വിരശല്യം, ടൈറ്റനസ് ആണ് രോഗം എന്ന് പറയുന്നത്. വായുവിലൂടെയാണെന്നുണ്ടെങ്കിൽ ക്ഷയം, ചിക്കൻ ബോക്സ് ആണ്. ജലവും ഭക്ഷണവും വഴിയാണെന്നുണ്ടെങ്കിൽ ടൈഫോയിഡും മഞ്ഞപ്പിത്തവുമാണ്. ക്ലിയർ ആയല്ലോ? ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാം രോഗാണുവാഹകരിൽ നിന്ന് എങ്ങനെയാണ് പകരുന്നതെന്ന്. രോഗാണുവാഹകരിൽ നിന്ന് എങ്ങനെയൊക്കെയാണ് പകരുന്നത്? കൊതുക് വഴി പകരാം അല്ലേ. കൊതുക് വഴി പകരാം. കൊതുക് എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ എഴുതാം, കൊതുകാണ്. കൊതുക് വഴി പകരുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ്? ഡെങ്കിപ്പനി നമുക്കറിയാവുന്നതാണ്. പിന്നെ എന്തൊക്കെയാണ്? മലേറിയ, ചിക്കുൻ ഗുനിയ എന്നൊക്കെ എന്താണ്? മലേറിയ എന്ന് പറയുന്നതും അതുപോലെ തന്നെ ചിക്കുൻ ഗുനിയ എന്ന് പറയുന്നതും ചിക്കുൻ ഗുനിയ എന്ന് പറയുന്നത് എന്താണ്? കൊതുക് വഴി പകരുന്ന രോഗങ്ങളാണ്. ഡെങ്കിപ്പനി, മലേറിയ, ചിക്കുൻ ഗുനിയ. നെക്സ്റ്റ് ചോദിച്ചിട്ടുണ്ടല്ലോ വേറെ ഏത് രോഗാണുവാഹകരാണ് നമുക്കറിയാവുന്നത്? ഈച്ച ഉണ്ട് അല്ലേ. ഈച്ച നമുക്കറിയാവുന്ന ആളാണ്. ഈച്ച എന്ന് പറയുന്നത് ഈച്ച വഴി പകരുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ് ഈച്ച വഴി പകരുന്നത്? കോളറ എന്ന് പറയുന്നത് ഈച്ച വഴി പകരുന്ന രോഗമാണ്. അതുപോലെ തന്നെ അതിസാരം എന്ന് പറയുന്ന രോഗമാണ്, അതും ഈച്ച വഴി പകരുന്ന രോഗമാണ് കേട്ടോ. കോളറ, അതിസാരം എന്ന് പറയുന്നതും എന്താണ്? ഈച്ച വഴി പകരുന്ന രോഗമാണ്. ഓക്കെ. ഇനി മനുഷ്യർ വഴി പകരുന്ന രോഗം ഏതാണ്? മനുഷ്യർ വഴി പകരുന്നത് കുഷ്ഠം എന്ന് പറയുന്നത് മനുഷ്യർ വഴി പകരുന്ന രോഗമാണ്. അതുപോലെ തന്നെ എന്താണ്? ചെങ്കണ്ണ് എന്ന് പറയുന്നതും മനുഷ്യർ വഴി പകരുന്ന രോഗമാണ്. ചെങ്കണ്ണ് ഒരാളുടെ കണ്ണിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വേറൊരാൾക്കും വരാതെ
നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പോൾ മനുഷ്യർ വഴി പകരുന്നതാണ് കുഷ്ഠം, ചെങ്കണ. പക്ഷികൾ വഴിയോ? പക്ഷികൾ വഴി ഏതാണ്? പക്ഷിപ്പനി. പക്ഷികൾ വഴി പകരുന്ന രോഗമാണ് പക്ഷിപ്പനി എന്ന് പറയുന്നത്. പക്ഷികൾ വഴി പകരുന്ന രോഗമാണ്. അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞത്? രോഗാണുവാഹകരായിട്ടുള്ളത് കൊതുക്, ഈച്ച, അതുപോലെ തന്നെ മനുഷ്യർ, പക്ഷികളൊക്കെ രോഗാണുവാഹകരാണ്. കൊതുക് വഴി പകരുന്നതാണ് ഡെങ്കിപ്പനി, മലേറിയ, ചിക്കുൻ ഗുനിയ. ഈച്ച വഴി കോളറ, അതിസാരം. മനുഷ്യർ വഴി കുഷ്ഠം, ചെങ്കണ. പക്ഷികൾ വഴി എന്താണ്? പക്ഷിപ്പനി എന്നിവ പകരുന്നു. രോഗങ്ങൾ പകരുന്നത് വ്യത്യസ്ത മാർഗങ്ങളിലൂടെയാണെന്ന് നമുക്ക് മനസ്സിലായില്ലേ. അപ്പോൾ എന്താണ് രോഗാണുവാഹകർ എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ് അല്ലേ. രോഗകാരികളായ സൂക്ഷ്മജീവികളെ നമ്മുടെ ശരീരത്തിലേക്ക് എത്തിക്കുന്ന ജീവികളെയാണ് രോഗാണുവാഹകർ എന്ന് പറയുന്നത്. രോഗകാരികളായ സൂക്ഷ്മജീവികളെ നമ്മുടെ ശരീരത്തിലേക്ക് എത്തിക്കുന്ന ജീവികളെയാണ് രോഗാണുവാഹകർ എന്ന് പറയുന്നത്. ഈച്ച, എലിച്ചെള്ള്, കൊതുക്, വവ്വാൽ തുടങ്ങി ധാരാളം ജീവികൾ രോഗാണുവാഹകരിൽ പെടുന്നുണ്ട്. ഈച്ച, എലിച്ചെള്ള്, കൊതുക്, വവ്വാൽ തുടങ്ങിയ ധാരാളം ജീവികൾ രോഗാണുവാഹകരിൽ പെടുന്നുണ്ട്. അപ്പോൾ രോഗകാരികളായ സൂക്ഷ്മജീവികളെ നമ്മുടെ ശരീരത്തിലേക്ക് എത്തിക്കുന്ന ജീവികളെയാണ് രോഗാണുവാഹകർ എന്ന് പറയുന്നത്. ഈച്ച, എലിച്ചെള്ള്, കൊതുക്, വവ്വാൽ തുടങ്ങി ധാരാളം ജീവികൾ രോഗാണുവാഹകരിൽ പെടുന്നുണ്ട്. ഇനി നമുക്ക് നോക്കാം, പരിസരം മലിനമാകുമ്പോൾ രോഗങ്ങൾ വരുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. സമാന സാഹചര്യങ്ങൾ നിങ്ങളുടെ ചുറ്റുപാടിലുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട് അല്ലേ. വേസ്റ്റ് കൂമാരമായിട്ട് ഉപേക്ഷിച്ചിരിക്കുകയാണ്. അപ്പോൾ അവിടെ നിന്നും എലി വഴിയും കൊതുക് വഴിയും നമുക്ക് എന്ത് ചെയ്യാം? രോഗങ്ങൾ പകരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. നമുക്ക് നോക്കാം, ഈച്ച വഴി എങ്ങനെയാണ് സാഹചര്യം എന്ന് പറയുന്നത്? ഈച്ച വഴി എങ്ങനെയാണ് പകരുന്നത്? ഈച്ച വഴിയും ജൈവമാലിന്യങ്ങളിൽ എന്ത് ചെയ്യും? അഴുകുന്ന ജൈവമാലിന്യങ്ങൾ ഈച്ചകൾ മുട്ടയിട്ട് പെരുകുന്നു. എന്താണ് ഈച്ചകൾ എന്ത് സംഭവിക്കുന്നത്? മുട്ടയിട്ട് പെരുകും. ഏതാണ്? എവിടെയാണ് പെരുകുന്നത്? ജൈവമാലിന്യങ്ങളിലെ ജൈവമാലിന്യങ്ങളിൽ മുട്ടയിട്ട് പെരുകുന്നുണ്ട്. ഓക്കെ. ഇനി നെക്സ്റ്റ്, കൊതുക് വഴിയാണെന്നുണ്ടെങ്കിൽ കൊതുക് എങ്ങനെയാണ് പെരുകാൻ സാഹചര്യം? ഉപേക്ഷിച്ച പ്ലാസ്റ്റിക് കവറുകളിലും കുപ്പികളിലെ ചിരട്ടകളിലും കെട്ടിക്കിടക്കുന്ന ജലത്തിലും കൊതുക് മുട്ടയിട്ട് വളരുന്നു. ജലത്തിലാണ് കൊതുക് കൂടുതലും മുട്ടയിട്ട് വളരുന്നത്. ഈച്ചയാണെന്നുണ്ടെങ്കിലോ ജൈവാവശിഷ്ടങ്ങളിലായിരിക്കാം, ഭക്ഷണ സാധനങ്ങളിലായിരിക്കാം. എലിയാണെന്നുണ്ടെങ്കിൽ ഏതാണ്? എലി എങ്ങനെയാണ് പകരുന്നത്? ആഹാരാവശിഷ്ടങ്ങൾ വലിച്ചെറിയുന്നു. വൃത്തിഹീനമായ ചുറ്റുപാടുമൊക്കെ എലികൾ പെരുകുന്നതിന് കാരണമാകുന്നുണ്ട്. അവശിഷ്ടങ്ങൾ വലിച്ചെറിയുന്നതും അതുപോലെ തന്നെ എന്താണ്? വൃത്തിഹീനമായ ചുറ്റുപാടൊക്കെ ആണെന്നുണ്ടെങ്കിൽ എലിപ്പനിയൊക്കെ അല്ലേ അതുവഴി പകരുന്നതിനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഈച്ചയാണെന്നുണ്ടെങ്കിൽ എന്താണ് പറയുന്നത്? ഭക്ഷണാവശിഷ്ടങ്ങൾ ജൈവവസ്തുക്കളിൽ നിന്നൊക്കെ മുട്ടയിട്ട് പെരുകാം. കൊതുകാണെന്നുണ്ടെങ്കിൽ വെള്ളം കെട്ടി നിൽക്കുന്നതിലൂടെ പകരാം. എലി എന്ന് പറയുന്നത് അതുപോലെ തന്നെ അവശിഷ്ടങ്ങളിലൂടെയൊക്കെ പകരാം. ഇനി എങ്ങനെയാണ് കൊതുകിനെ നിയന്ത്രിക്കുന്നത്? നമുക്കറിയാം അല്ലേ. നമുക്ക് കൊതുകിനെ നിയന്ത്രിക്കുന്നതിനായിട്ട് പല മാർഗങ്ങളുണ്ട്. വെള്ളം കെട്ടിക്കിടക്കുന്നത് ഒഴിവാക്കുക. പാർപ്പിടങ്ങൾക്ക് ചുറ്റുമുള്ള പുല്ലും പാഴ്ചെടികളും നീക്കൽ, ഓടകൾ ശുചീകരിക്കൽ എന്നിവ കൊതുക് പെരുകുന്നത് തടയാനുള്ള ചില മാർഗങ്ങളാണ്. വെള്ളം കെട്ടിക്കിടക്കുന്നത് ഒഴിവാക്കൽ, പാർപ്പിടങ്ങൾക്ക് ചുറ്റുമുള്ള പുല്ലും പാഴ്ചെടികളും നീക്കൽ, ഓടകൾ ശുചീകരിക്കൽ എന്നിവയൊക്കെ കൊതുക് പെരുകുന്നത് തടയാനുള്ള ചില മാർഗങ്ങളാണ്. കൊതുക് കടി ഏൽക്കാതിരിക്കാനുള്ള മുൻകരുതലുകൾ ഏതൊക്കെയാണ്? കൊതുക് കടി ഏൽക്കാതിരിക്കാനായിട്ട് മുൻകരുതലുകൾ പറയുന്നത് ഏതൊക്കെയാണ്? അതുപോലെ തന്നെ നമുക്ക് രോഗാണുവാഹകരെ നിയന്ത്രിക്കാനായി എന്തൊക്കെ ചെയ്യാം? ഭക്ഷണ അവശിഷ്ടങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യാം? ഡംപ് ചെയ്യാം, കുഴിച്ചിടാം. അതുപോലെ തന്നെ ആഹാര സാധനങ്ങളൊക്കെ എന്ത് ചെയ്യുക? അടച്ച് സൂക്ഷിക്കുക. മാലിന്യങ്ങളൊന്നും പൊതുസ്ഥലങ്ങളിൽ വലിച്ചെറിയാതിരിക്കുക. ജലം കെട്ടി നിൽക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഒഴിവാക്കുക. പ്ലാസ്റ്റിക് കവറുകളും കുപ്പികളൊക്കെ വലിച്ചെറിയാതിരിക്കുക. പിന്നെ എന്താണ്? ഓടകളൊക്കെ വൃത്തിയായിട്ട് സൂക്ഷിക്കുക. അതൊക്കെ പറയുന്നത് എന്താണ്? എന്തൊക്കെയാണ്? വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുക എന്നൊക്കെ പറയുന്നത് നമ്മൾ രോഗങ്ങളിൽ നിന്നും വിമുക്തി നേടാനുള്ള മാർഗങ്ങളാണ്. ഇനി കൊതുക് കടി ഏൽക്കാതിരിക്കാൻ സന്ധ്യാസമയത്ത് കടി ഏൽക്കാതിരിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യാം? സന്ധ്യാസമയത്ത് വാതിലും ജനലും അടച്ചിടുക അല്ലേ. അതുപോലെ തന്നെ ആഴ്ചയിലൊരിക്കൽ എന്തായിട്ട് ആചരിക്കുക? ഡ്രൈ ഡേ ആയിട്ട് ആചരിക്കുക അല്ലേ. എല്ലാ സാധനങ്ങളും ചിരട്ടകളിലൊക്കെ വെള്ളമുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക അല്ലേ. ഡ്രൈ ഡേ ആചരിക്കാം. അതുപോലെ തന്നെ വീടിനെ പരിസരം വൃത്തിയായി സൂക്ഷിക്കുക. അടുക്കള മാലിന്യങ്ങളൊക്കെ ശരിയായിട്ട് സംസ്കരിക്കുക അല്ലേ. ഉണങ്ങിയ ഇലകളൊക്കെ ഉണ്ടെങ്കിൽ കത്തിക്കുക. ചിരട്ടകൾ, മുട്ടുതോടുകൾ, പൊട്ടിയ പാത്രങ്ങളിലൊക്കെ വെള്ളം കെട്ടി നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കുക. വീടിന് ചുറ്റും വല്ല പുല്ലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ പറിച്ച് കളയുക. അതുപോലെ തന്നെ ഓടകൾ വൃത്തിയായിട്ട് അടച്ച് സൂക്ഷിക്കുക എന്നൊക്കെ പറയുന്നത് കൊതുക് കടി ഏൽക്കാതിരിക്കാനുള്ള മാർഗങ്ങളാണ്. അതുപോലെ തന്നെയാണ് കൊതുക് വല ഉപയോഗിക്കുക അല്ലേ. അതുപോലെ തന്നെ കൊതുക് ബാറ്റ് ഉപയോഗിക്കുക. പുകയിടാണെന്നുണ്ടെങ്കിൽ കൊതുക് കുറവായിരിക്കും എന്ന് പറയും. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാം.
എന്നാണ് പറയുന്നത്. ഇനി രോഗം പകരാതിരിക്കാനായിട്ട് പരിസര ശുചിത്വം മാത്രം ഉറപ്പാക്കിയാൽ മതിയോ എന്ന് ചോദിച്ചിട്ടുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയല്ലേ. എന്താണ് ആഹാരത്തിലൂടെയും ജലത്തിലൂടെയും പകരുന്ന രോഗങ്ങളുണ്ട്. അപ്പം അതിന് നമുക്ക് എന്തൊക്കെ ചെയ്യാനായിട്ട് പറ്റും? രോഗങ്ങൾ വരാതിരിക്കാനായിട്ട് പഴങ്ങളും പച്ചക്കറികളും കഴുകി ഉപയോഗിക്കുക, ഭക്ഷണ സാധനങ്ങൾ അടച്ചു സൂക്ഷിക്കുക, തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കുക. അതുപോലെ തന്നെ വായുവിലൂടെയും സമ്പർക്കത്തിലൂടെയും പകരുന്ന രോഗങ്ങൾക്ക് എന്ത് ചെയ്യാം? രോഗിയുമായുള്ള സമ്പർക്കം ഒഴിവാക്കുക, രോഗിയുടെ തൂവാല, വസ്ത്രങ്ങൾ മുതലായവ ഉപയോഗിക്കാതിരിക്കുക, മാസ്ക് ഉപയോഗിക്കുക, വ്യക്തി ശുചിത്വം പാലിക്കുക. മണ്ണിലൂടെയും മലിനജലത്തിലൂടെയും പകരുന്ന രോഗങ്ങളുണ്ട് അല്ലേ. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യാം? ചെരുപ്പ് ഉപയോഗിക്കുക, ശരീരത്തിലെ മുറിവുകൾ മലിനജലവുമായി സമ്പർക്കത്തിൽ വരാതെ സൂക്ഷിക്കുക, മണ്ണും ചെളിയും പുരണ്ടാൽ കൈകാലുകൾ സോപ്പിട്ട് കഴുകുക. ഇതൊക്കെ നമുക്ക് ബേസിക് ആയിട്ട് അറിയണ കുറേ ശുചിത്വ കാര്യങ്ങളാണ് അല്ലേ. ഇതിൽ നിന്നും നമുക്ക് എന്ത് ചെയ്യാം? ഇതൊക്കെ നമ്മൾ ഒഴിവാക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? രോഗങ്ങൾ പരമാവധി രോഗങ്ങൾ കുറയ്ക്കാനായിട്ട് പറ്റും. പകർച്ചവ്യാധികൾ മൃഗങ്ങളിലും സസ്യങ്ങളിലും ഉണ്ടോ? ഉണ്ട് അല്ലേ. മനുഷ്യനെ മാത്രമാണോ പകർച്ചവ്യാധികൾ ബാധിക്കുന്നതല്ല അല്ലേ. പക്ഷികളെയും അതുപോലെ തന്നെ നോക്കി കോഴി, പക്ഷിപ്പനിയൊക്കെ പറഞ്ഞിട്ട്, പന്നിപ്പനിയൊക്കെ പറഞ്ഞിട്ട് ഇവിടെ കുറച്ച് പിക്ചർ നൽകിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ പക്ഷികൾ വഴി പകരുന്ന രോഗം എന്തായിരിക്കാം? നമുക്ക് നോക്കാം. പക്ഷികൾ വഴി പകരുന്ന രോഗം എന്തായിരിക്കാം? പക്ഷിപ്പനിയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷികൾ വഴി പകരുന്ന രോഗം എന്ന് പറയുന്നത് എന്താണ്? പക്ഷിപ്പനിയാണ്. പക്ഷികൾ വഴി പകരുന്ന രോഗം എന്ന് പറയുന്നത് പക്ഷിപ്പനിയാണ്. ഇനി പശുവിനെയും ആടിനെയും ബാധിക്കുന്ന ഏതാണ്? പശു അതുപോലെ തന്നെ ആടിനെയും ബാധിക്കുന്ന ഒരു രോഗമാണ് അല്ലേ ആന്ത്രാക്സ് രോഗം. ബാക്ടീരിയ രോഗമാണ്. ആന്ത്രാക്സ് എന്ന് പറയുന്നത് ബാക്ടീരിയ രോഗമാണ്. ആന്ത്രാക്സ് രോഗം എന്താണ്? ബാക്ടീരിയ രോഗമാണ്. പശുവിനെയും ആടിനെയും ബാധിക്കുന്ന രോഗമാണ്. നായയെയും പൂച്ചനെയും നമുക്കറിയാവുന്ന കാര്യമാണ്. നായ, പൂച്ച, പേ വിഷബാധ. നായ, പൂച്ച എന്ന് പറയുന്നത് എന്താണ്? പേ വിഷബാധ എന്ന് പറയുന്നത് എന്താണ്? പേ വിഷബാധ എന്ന് പറയുന്നത് നായയും പൂച്ചയും വഴിയിലെ പകരുന്ന രോഗമാണ്. പേ വിഷബാധയെ ബാധിക്കുന്ന രോഗമാണ്. ഇനി കന്നുകാലികളെ ബാധിക്കുന്ന രോഗം എന്താണ്? കന്നുകാലികളെ ബാധിക്കുന്ന രോഗം എന്താണ്? കന്നുകാലികളെ ബാധിക്കുന്ന രോഗം ഏതാണ്? കുളമ്പ് രോഗം കന്നുകാലിനെ ബാധിക്കുന്ന രോഗമാണ് കുളമ്പ് രോഗം എന്ന് പറയുന്നത്. അപ്പം നമുക്ക് മനസ്സിലായി ജീവികളിലും എന്തുണ്ട്? രോഗങ്ങൾ ബാധിക്കുന്നുണ്ട് അല്ലേ. പക്ഷികളിൽ പക്ഷിപ്പനി, പശുവിനെ മാടിലാണെങ്കിൽ ആന്ത്രാക്സ്, നായ പൂച്ചയാണെങ്കിൽ പേവിഷബാധ, കന്നുകാലിയിലാണെന്നുണ്ടെങ്കിൽ കുളമ്പ് രോഗങ്ങൾ. ഓക്കെ ആണല്ലോ, ക്ലിയർ ആയല്ലോ. ഇനി നമുക്ക് സസ്യങ്ങളെ ബാധിക്കുന്ന പകർച്ചവ്യാധികൾ നമുക്ക് നോക്കാം. സസ്യങ്ങൾ എന്താണ്? നെല്ലിലെ തവിട്ട് ഇലപ്പുള്ളി. നെല്ലിലാണ് തവിട്ട് ഇലപ്പുള്ളി രോഗം എന്ന് പറയുന്നത് നെല്ലിനെ ബാധിക്കുന്നതാണ്. അതുപോലെ തന്നെ പയറിലെ മൊസൈക്ക് രോഗം. പയറിൽ എന്താണ്? മൊസൈക്ക് രോഗം പയറിനെ ബാധിക്കുന്നതാണ്. കൂമ്പുചീലോ തെങ്ങിനെ ബാധിക്കുന്നതാണല്ലേ. തെങ്ങിനെ ബാധിക്കുന്നതാണ് കൂമ്പുചീല എന്ന് പറയുന്ന രോഗം. നെല്ലിനെ തവിട്ട് ഇലപ്പുള്ളിയാന്ന് പറഞ്ഞു. പയർ ചെടിയിലാണെന്നുണ്ടെങ്കിൽ എന്താണ്? മൊസൈക്ക് രോഗമാണെന്ന് പറഞ്ഞു അല്ലേ. തക്കാളിയിൽ ഏതാണ്? തക്കാളിയിൽ ബാധിക്കുന്ന രോഗമാണ് വാട്ടരോഗം. തക്കാളിയിൽ ബാധിക്കുന്ന രോഗം ഏതാണ്? വാട്ടരോഗം എന്ന് പറയുന്നത് തക്കാളിയിൽ ബാധിക്കുന്നതാണ്. തക്കാളിയിൽ വഴുതനയിലൊക്കെ ബാധിക്കുന്നതാണ് കേട്ടോ വാട്ടരോഗം. പച്ചക്കറികളിൽ എന്താണ്? പച്ചക്കറികളിലാണെന്നുണ്ടെങ്കിൽ പൂപ്പൽ കേട്ടോ. പൂപ്പല് പച്ചക്കറിനെ ബാധിക്കുന്ന രോഗമാണ്. പച്ചക്കറിയിൽ പൂപ്പല്. തക്കാളിയിൽ വാട്ടരോഗം, നെല്ലിലാണെങ്കിൽ തവിട്ട് ഇലപ്പുള്ളി രോഗം, പയറിലെ മൊസൈക്ക് രോഗം, തെങ്ങിലാണെന്നുണ്ടെങ്കിൽ കൂമ്പുചീയൽ. ഇനി ശുചിത്വ ശീലങ്ങൾ നമുക്ക് നോക്കാം. ആരോഗ്യകരമായ ജീവിതത്തിന് പരിസര ശുചിത്വവും പോലെ തന്നെ പ്രാധാന്യമല്ലേ വ്യക്തി ശുചിത്വം എന്ന് പറയുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് നല്ല ആരോഗ്യശീലങ്ങൾ എന്ന് പറയുന്നത്? ഭക്ഷണത്തിന് ശേഷം മാത്രമേ കൈ കഴുകാറുള്ളൂ എന്ന് പറയുന്നത് ഏതാണ്? നല്ല കാര്യമാണല്ലോ അല്ലേ. നമ്മ ചെയ്യുന്നത് ഏതൊക്കെയാണ് നല്ല ആരോഗ്യശീലങ്ങൾ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ദിവസവും രാത്രി ആഹാരശേഷം പല്ല് തേക്കാറുണ്ട്, നല്ലതാണ് അല്ലേ. കൈകാലുകളിൽ നഖങ്ങൾ വെട്ടാറില്ല. പുറത്തിറങ്ങി നടക്കുമ്പോൾ ചെരുപ്പിടാറുണ്ട്, നല്ലതാണ് അല്ലേ. പക്ഷികൾ കടിച്ചിട്ട പഴങ്ങൾ കഴിക്കാറുണ്ട്. തുറന്നു വെച്ച് വിൽക്കുന്ന പലഹാരങ്ങളും പാനീയങ്ങളും കഴിക്കാറില്ല, അതും ശരിയാണല്ലേ. പൊതുസ്ഥലങ്ങളിൽ തുപ്പാറുണ്ട്. എല്ലാ ദിവസവും കുളിക്കാറുണ്ട്, അതും ശരിയാണ്. ബാക്കിയൊക്കെ എന്താണ്? ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ്. ഇനി രോഗപ്രതിരോധ ശേഷി എന്ന് വെച്ചാൽ എന്താണ്? രോഗാണുക്കൾ ശരീരത്തിൽ പ്രവേശിച്ചാലേ അവയെ നിയന്ത്രിക്കാനും ചെറുത്തു നിൽക്കുവാനുള്ള കഴിവ് സ്വാഭാവികമായി നമ്മുടെ ശരീരത്തിനുണ്ട്. ഇതിനെ സ്വാഭാവിക രോഗപ്രതിരോധ ശേഷി എന്നാണ് പറയുന്നത്. രോഗാണുക്കൾ ശരീരത്തിൽ പ്രവേശിച്ചാലേ അവയെ നിയന്ത്രിക്കുവാനും ചെറുത്തു നിൽക്കുവാനുള്ള കഴിവ് നമുക്ക് സ്വാഭാവികമായിട്ട് നമ്മുടെ ശരീരത്തിലുണ്ട്. അതിനെയാണ് രോഗപ്രതിരോധ ശേഷി എന്ന് പറയുന്നത്. എന്നാൽ ഈ കഴിവ് എല്ലാ വ്യക്തികൾക്കും ഒരുപോലെ ആകണമെന്നില്ല.
പോളിയോ, ഹെപ്പറ്റൈറ്റിസ് ബി തുടങ്ങിയ ചില പകർച്ചവ്യാധികൾക്കെതിരെ സ്വാഭാവികമായ പ്രതിരോധശേഷി ഉണ്ടാക്കുവാൻ ശരീരത്തിന് സാധിക്കാറില്ല. ഇത്തരം രോഗങ്ങൾ വരാതിരിക്കുവാനായിട്ട് നാം പ്രതിരോധ കുത്തിവയ്പ്പുകൾ എടുക്കാറുണ്ട്. നമുക്കറിയാം നമ്മളുടെ ശരീരത്തിൽ ഓൾറെഡി രോഗപ്രതിരോധ ശേഷി ഉണ്ടെന്നുള്ളത്. എന്നാൽ ചില രോഗങ്ങൾക്കൊന്നും അങ്ങനെ സ്വയം പ്രതിരോധ ശേഷി ഇല്ല. അതായത് പോളിയോ, ഹെപ്പറ്റൈറ്റിസ് ബിക്കൊന്നും അങ്ങനെയില്ല. അപ്പോൾ അതിനെ നമ്മൾ എന്താണെന്ന് പറയാം, സ്വാഭാവിക പ്രതിരോധ ശേഷി ഉണ്ടാക്കുന്നതിനായിട്ട് സാധിക്കുന്നില്ല. അത് നമ്മൾ പ്രതിരോധ കുത്തിവയ്പ്പുകൾ എടുക്കേണ്ടതായിട്ടുണ്ട്. ഇങ്ങനെ ഇതുവഴി രോഗപ്രതിരോധ ശേഷി ആർജിക്കുവാൻ സാധിക്കുന്നതിനെ ആർജിത രോഗപ്രതിരോധ ശേഷി എന്നാണ് പറയുന്നത്. മനുഷ്യന്റെ നിലനിൽപ്പിനും തന്നെ ഭീഷണിയായ വസൂരി, പ്ലേഗ്, പോളിയോ പോലുള്ള പല മഹാമാരികളെയും നമ്മൾ അതിജീവിച്ചത് പ്രതിരോധ കുത്തിവയ്പ്പുകളിലൂടെയാണ്. വസൂരി, പ്ലേഗ്, പോളിയോ പോലുള്ള പല മഹാമാരികളെയും നമ്മൾ അതിജീവിച്ചതാണ് പ്രതിരോധ കുത്തിവയ്പ്പുകളിലൂടെയാണ്. ഏതെല്ലാം രോഗങ്ങളെ പ്രതിരോധിക്കുവാനാണ് വാക്സിനുകൾ എടുക്കേണ്ടത്? ഏതെല്ലാം രോഗങ്ങളെ പ്രതിരോധിക്കുവാനാണ് വാക്സിനുകൾ എടുക്കേണ്ടത്? നമുക്കറിയാം അല്ലേ? ഏതൊക്കെ രോഗങ്ങളാണ്? ക്ഷയത്തിനെ ബാധിക്കുന്നതിനായിട്ട് നമ്മൾ എടുക്കാറുണ്ട്. അതുപോലെ തന്നെ വസൂരി, പിന്നെ എന്തൊക്കെയാണ്, മുണ്ടിനീര്, തൊണ്ണിവീക്കം, പിന്നെ നമുക്കറിയാം നമുക്ക് ഉണ്ണി ജനിച്ചതിന് ശേഷം പിന്നെ കുത്തിവയ്പ്പാണ് അല്ലേ. അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. 16-ാം വയസ്സിൽ എടുക്കേണ്ട വാക്സിനേഷനൊക്കെ ഏതാണെന്ന് നമുക്ക് പറയുന്നുണ്ട്. ബേസ്ലെസ് കാൽമറ്റിക് ഗ്യൂറിൻ, BCG ഫുൾ ഫോം ആണ്, പഠിച്ചിരിക്കാട്ടോ. BCG എന്ന് പറയുന്നത് ബേസ്ലെസ് കാൽമറ്റിക് ഗ്യൂറിൻ ആണ്, ക്ഷയത്തിനെതിരെയുള്ള കുത്തിവയ്പ്പാണ്. പിന്നെ OPV, ഓറൽ പോളിയോ വാക്സിൻ, പോളിയോയ്ക്ക് വേണ്ടി. പിന്നെ ഹെപ്പറ്റൈറ്റിസ് ബി, ഹെപ്പറ്റൈറ്റിസിനെതിരെ. അതുപോലെ തന്നെ FIPV, പോളിയോ വാക്സിൻ ഫ്രാക്ഷണൽ ഡോസ്, അതായത് കുറച്ചും കൂടി ഒരു ഡോസ് എടുത്തതിന് ശേഷം നമ്മൾ അടുത്ത ഡോസ് എടുക്കുമ്പോൾ വേറൊരു ഇതായിരിക്കില്ലേ കൊടുക്കുന്നത്. RVV, റോട്ട വൈറസ് വാക്സിൻ എന്ന് പറയുന്ന കുറേ വാക്സിനുകളൊക്കെ ഉണ്ട്. വാക്സിൻ്റെ പേരും പ്രായമൊക്കെ ചോദിച്ചിട്ടുണ്ട്. അത് നമുക്ക് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമില്ല, ജസ്റ്റ് ഒന്ന് വായിച്ചു പോകാം കേട്ടോ. OPV, BCG, ഹെപ്പറ്റൈറ്റിസ് ബി ഒക്കെ ജനസമയത്ത് എടുക്കുന്നതാണ്. 6 ആഴ്ചയിലാണെങ്കിൽ OPV1, RRV1, പെൻഡാവാലൻ്റ്, FIPV1, PCV1 ഒക്കെ എടുക്കുന്നുണ്ട്. പിന്നെ 10 ആഴ്ചയാണെങ്കിൽ OPV2, RVV2, പെൻഡാവാലൻ്റ് 2. 14 ആഴ്ചയിൽ OPV3, RVV3, പെൻഡാവാലൻ്റ് 3, FIPV2, PCV2 അങ്ങനെയൊക്കെ എടുക്കുന്നുണ്ട്. പിന്നെ എന്താണ് PCV എന്ന് വെച്ചാൽ എന്താണ്? ന്യൂമോകോക്കൽ കൺജുഗേറ്റ് വാക്സിൻ എന്നാണ് PCVയുടെ ഫുൾ ഫോം. ന്യൂമോകോക്കൽ കൺജുഗേറ്റ് വാക്സിൻ എന്നാണ്. MR ആണെങ്കിൽ മീസിൽസ്, റുബെല്ല വാക്സിൻ. DPT ആണെങ്കിൽ ഡിഫ്തീരിയ, പെർട്ടൂസിസ്, ടെറ്റനസ് വാക്സിൻ. TD ആണെങ്കിലോ ടെറ്റനസ്, ഡിഫ്തീരിയ വാക്സിൻ. PCV ന്യൂമോകോക്കൽ കൺജുഗേറ്റ് വാക്സിൻ. MR മീസിൽസ്, റുബെല്ല വാക്സിൻ. DPT ഡിഫ്തീരിയ, പെർട്ടൂസിസ്, ടെറ്റനസ് വാക്സിൻ. TD ടെറ്റനസ്, ഡിഫ്തീരിയ വാക്സിൻ. അപ്പോൾ 9 മാസത്തിൽ ഏതൊക്കെയാണ്? MR1, PCV ബൂസ്റ്റർ, വൈറ്റമിൻ A, FIPV3 ആണ് 9-ാം മാസത്തിൽ എടുക്കുന്നത്. 16, 24 മാസത്തിലെ MR2, OPV ബൂസ്റ്റർ, TPT ബൂസ്റ്റർ, വൈറ്റമിൻ A2. ഇനി 5-6 വയസ്സാണെങ്കിൽ DPT ബൂസ്റ്റർ 2, 10 വയസ്സിൽ TD1, 16 വയസ്സിൽ TD2. രോഗങ്ങൾ പകരുന്ന വിധവും പ്രതിരോധിക്കുവാനുള്ള മാർഗങ്ങളും സംബന്ധിച്ച് ആളുകൾക്ക് ശരിയായ അറിവ് നൽകേണ്ടതുണ്ട്. ഇക്കാര്യത്തിൽ നമുക്ക് എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് ചെയ്യാൻ പറ്റുന്നത്? ചെയ്യാറുണ്ടല്ലേ? നാടകം, പാവനാടകം, കാർട്ടൂണ്, പോസ്റ്റർ വഴിയൊക്കെ രോഗങ്ങളെ കുറിച്ചിട്ട് അവബോധങ്ങൾ സൃഷ്ടിക്കാറുണ്ട് അല്ലേ. അപ്പോൾ അതൊക്കെയാണ് ഇവിടെ പറയുന്നത്. ശരിയായ അറിവും പ്രതിരോധ മാർഗങ്ങളും കൊണ്ട് രോഗങ്ങളെ അകറ്റി നിർത്താം. ആരോഗ്യമുള്ള ജനതയാണ് നാടിൻ്റെ സമ്പത്ത്. ഇനി നമുക്ക് ഓരോ ആക്ടിവിറ്റീസ് നമുക്ക് നോക്കിയാലോ. വ്യക്തി ശുചിത്വം പാലിക്കുവാനായിട്ട് നിങ്ങളെടുത്ത 5 തീരുമാനങ്ങൾ ഏതൊക്കെയാണ്? നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ, ശരീരം വൃത്തിയായി സൂക്ഷിക്കുക, അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പൊക്കെ സോപ്പും വെള്ളം ഉപയോഗിച്ച് കൈകൾ നന്നായി കഴുകുക, 2 തവണ പല്ല് തേക്കുക, ടോയ്ലറ്റിൽ പോയതിന് ശേഷം എന്താണ് സോപ്പ് ഉപയോഗിച്ച് കൈ വൃത്തിയാക്കുക, എല്ലാ ദിവസവും വൃത്തിയായി വസ്ത്രങ്ങൾ ധരിക്കുക, നഖങ്ങൾ വെട്ടാ, തലമുടി വൃത്തിയായി സൂക്ഷിക്കുകയൊക്കെ അല്ലേ. പകർച്ചവ്യാധികൾ തടയുന്നതിൽ വ്യക്തി ശുചിത്വവും സാമൂഹിക ശുചിത്വവും പ്രാധാന്യമാണ്. ഈ പ്രസ്താവനയോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ എന്ന് ചോദിക്കേണ്ടത്. നമ്മൾ നേരത്തെ പറഞ്ഞ പല രോഗങ്ങളും പകരുന്നതിനെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. പകരുന്ന രോഗങ്ങൾ നിയന്ത്രിക്കാൻ നാം സ്വീകരിക്കണം മുൻകരുതലുകൾ ഏതൊക്കെയാണ്? നമ്മൾ നേരത്തെ ടിക്കിട്ട് കുറച്ച് സംഭവങ്ങളുണ്ടല്ലേ, തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കുക, അതുപോലെ തന്നെ വീടും പരിസരവും ശുചിയായി സൂക്ഷിക്കുക, അതൊക്കെ മുൻകരുതലുകളാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ചാപ്റ്ററിൽ പറയുന്നത് കേട്ടോ. നമ്മുടെ ക്ലാസ്സുകൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ഇപ്പോൾ ഇന്നടുത്ത ഈ ക്ലാസ് ഉപകാരപ്രദമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മൾ 9-ാം ക്ലാസ്സിലെയും 7-ാം ക്ലാസ്സിലെയും 9-ാം ക്ലാസ്സിലെയും SCRT, 8-ാം ക്ലാസ്സിലെയും SCRT ഒക്കെ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണാം. അതുപോലെ തന്നെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. പിന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സും SCRT പാഠഭാഗങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ക്ലാസ്സുകൾ കാണാത്തുണ്ടെങ്കിൽ പോയി കാണാം. നമുക്ക് അടുത്ത ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം.